വെൽക്കം ബാക്ക് ടു ആയുഷ് സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ? ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ റെസിപ്പി എന്ന്. ഇന്ന് നമ്മൾ മത്തി വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി, മത്തി മുളകിട്ടത്. ഇത് കണ്ടിട്ട് എത്ര പേർക്ക് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട് ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. എണ്ണയ്ക്ക് നല്ല തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മത്തി മുളകിട്ട റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന രീതിയിലല്ല ഇത് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി രീതിയിൽ തയ്യാറാക്കിയ മത്തി മുളകിട്ട റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഈ മത്തി മുളകിട്ടതിൻ്റെ കൂടെ പെർഫെക്റ്റ് കോംബോ എന്ന് ഞാൻ പറയുന്നത് കപ്പയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു കപ്പയും ഈ മത്തി മുളകിട്ടതും കൂടി ഈ ചാറും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. അത് വേറൊരു ലെവൽ തന്നെയാണ്. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോംബോ തന്നെയാണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടി ഒരു പിടിക്ക് മുന്നിലെന്ന് പറയുന്നത് കപ്പയും ഈ മത്തി മുളകിട്ടതും അടിപൊളി കോംബോയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ മത്തി മുളകിട്ടത്. മത്തി മുളകിട്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു മൺചട്ടി വേണം. മൺചട്ടി ഇല്ലാത്തവർക്ക് പാൻ എടുക്കാം കേട്ടോ. മൺചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചത് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് എത്രയും മൂപ്പിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി കൂടുതൽ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നമ്മുടെ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മറന്നു വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ കരിയാതെ നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് ചെയ്യേണ്ടത് എപ്പോഴും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പേസ്റ്റാണ് കേട്ടോ. തക്കാളി ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജാറ് കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഈ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ അതൊന്ന് തിളയ്ക്കണം കേട്ടോ. എന്നാലാണ് തക്കാളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് ഈ തക്കാളിയുടെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറണം. പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ആ സമയത്താണ് നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മീൻ വേവാൻ പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ ഒരിക്കലും മീൻ ചേർക്കരുത് കേട്ടോ. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് മീൻ ചേർക്കുന്നത്. നമ്മളുടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇതിൽ വാളംപുളിയും ചേർത്തിട്ടില്ല, കുടംപുളിയും ചേർത്തിട്ടില്ല. ആകെ തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നന്നാവോ കറി നന്നാവോ എന്നല്ല ചിന്തിക്കുന്നത്. ഞാൻ പുളി ചേർക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ചേർക്കുന്ന പുളി എന്ന് പറയുന്നത് കുടംപുളിയുടെ എസൻസ് ആണ്. 1 ടീസ്പൂൺ കുടംപുളിയുടെ എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയ കുടംപുളിയുടെ എസൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഈ ഒരു കുടംപുളിയുടെ എസൻസ് എങ്ങനെയാണ് തയ്യാറാക്കിയത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മത്തിയുടെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നത്? നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടിക്കൈകളും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു മത്തി മുളകിട്ടത് കംപ്ലീറ്റ് ആവുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് 1 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി.
ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് ഇരുന്ന് സെറ്റാവും. അതിനുശേഷം ഞാനിത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചാറും ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കപ്പയുടെ കൂടെ പെർഫെക്റ്റ് കോമ്പയാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മറ്റ് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കോമ്പോ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അടിപൊളി എന്ന് പറയുന്നത് കപ്പയും കൂട്ടി കഴിക്കുമ്പോഴാണ് കിഡിലനാവുന്നത്. അപ്പോൾ കപ്പയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ മത്തി മുളകിട്ടത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ലെവലിൽ മത്തി മുളകിട്ട റെസിപ്പി കഴിച്ച് നമുക്ക് മടുപ്പ് തോന്നില്ലേ? അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനത്തെ വെറൈറ്റിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ? അപ്പോൾ എങ്ങനെയാണ് ഇനി മത്തി വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് മത്തി മുളകിട്ട് നോക്കണം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പച്ചമാങ്ങ ചേർത്ത് വെച്ചിട്ടുള്ള മത്തിക്കറി വേണമെങ്കിൽ അതും എൻ്റെ ചാനലിലുണ്ട്. ഞാനത് ഈ അടുത്താണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതും വേറൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ സ്രാവ് കറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ ചക്ക സീസൺ ആണല്ലോ. അപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ചക്കയുടെ ഒരു അടിപൊളി വിഭവം ഞാൻ ഇട്ടിട്ടുണ്ട്, പാൽച്ചക്ക. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് കാണാം. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് പാൽച്ചക്ക കേട്ടോ. ഈ റെസിപ്പീസ് എല്ലാം ഈ അടുത്ത് തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി ആയിട്ടാണ്. പിന്നെ കൊടംപുള്ളിയുടെ എസൻസ് ഞാൻ പറഞ്ഞിരുന്നു. കൊടംപുള്ളിയുടെ എസൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. വേണമെന്നുള്ളവർക്ക് ഞാൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മത്തി മുളകിട്ട റെസിപ്പി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി നോക്കുകയല്ലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.